ഓം ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനേ നമ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായാം പതയേ നമ. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം. സർവ്വ ദൈവമക്കളെയും ഭഗവാനിൽ അർപ്പിക്കുന്നു. ഓം ലോകാ സമസ്ത സുഖനോ ഭവന്തു. എല്ലാ മക്കളുടെയും കമൻസുകളെല്ലാം ഭഗവാനിൽ അർപ്പിക്കുന്നു. എല്ലാം ഞാൻ വായിച്ചു കേൾപ്പിച്ചു. എല്ലാവർക്കും ശാന്തി സമാധാനവും സർവ്വ നന്മകളും ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ലോകാ സമസ്ത സുഖനോ ഭവന്തു. നമുക്ക് ദാമോദരാഷ്ടകം വായിക്കാം. നമാമീശ്വരം സച്ചിദാനന്ദരൂപം ലസൽകുണ്ഡലം ഗോകുലേ വ്രാജമാനം യശോദാഭിയോലൂഖലാധാവമാനം പരാമൃഷ്ടം അത്യന്തതോ ധൃത്യഗോപ്യ രുദന്തം മുഹുർനേത്രയുഗ്മം മൃജന്തം കരാംഭോജയുഗ്മേന സാദംഗനേത്രം മുഹുശ്വാസകമ്പത്രിരേഖാംഗകണ്ഠ സ്ഥിതഗ്രൈവ ദാമോദരം ഭക്തിബദ്ധം ഇതീദൃക്സ്വലീലാഭിരാനന്ദകുണ്ഠേ സ്വഘോഷം നിമജ്ജന്തം ആഖ്യാപയന്തം തദീയേഷിതജ്ഞേഷു ഭക്തിർജിതത്വം പുനഃപ്രേമതസ്തം സദാവൃത്തി വന്ദേ. വരം ദേവമോഷം ന മോഷാവധിം വ ന ചാന്യം വൃണേഹം മരേശാദബീഹ ഇദം ദേവപുർനാഥ ഗോപാലബാലം സദാ മേ മനസ്യാവിരാസ്താംഗി അന്യേ. ഇദം ദേ മുഖാംഭോജം അത്യന്തനീലേർ വൃതം കുണ്ഡലൈ സിഗ്ധരക്തൈ ച ഗോപ്യ മുഹുചുംബിതം ബിംബരക്താധരം മേ മനസ്യാവിരാസ്താം അലം ലക്ഷലാഭൈ. നമോ ദേവദാമോദരാനന്ദ വിഷ്ണു പ്രസീദ പ്രഭോ ദുഃഖജലാബ്ധിമഗ്നം കൃപാദൃഷ്ടിവൃഷ്ട്യാദിദീനം ബദാനു ഗൃഹാണേശ മാമജ്ഞതം യതി അക്ഷ്യദൃശ്യ കുബേരാത്മജൗ ബന്ധമൂർത്തൈവ യദ്വൽ ത്വയാമോചിതൗ ഭക്തിഭാജൗ കൃതൗ ച തഥാ പ്രേമഭക്തിം സ്വകാമേ പ്രയച്ഛ ന മോഷേ ഗ്രഹോ മേസ്തി ദാമോദരേഹ. നമസ്തേസ്തു ധാമ്നി സപുരദീപ്തിധാമ്നി ത്വദീയോദരായാധ വിശ്വസ്യ ധാമ്നി. നമോ രാധികായൈ ത്വദീയപ്രിയായൈ നമോ അനന്തലീലായ ദേവായ തുഭ്യം. നമസ്തേസ്തു ധാമ്നി സപുരദീപ്തിധാമ്നി ത്വദീയോദരായാധ വിശ്വസ്യ ധാമ്നി. നമോ രാധികായൈ ത്വദീയപ്രിയായൈ നമോ അനന്തലീലായ ദേവായ തുഭ്യം. നമോ അനന്തലീലായ ദേവായ തുഭ്യം. നമ്മൾ കഴിഞ്ഞ ദിവസം വസിഷ്ഠ മഹാമുനിക്ക് ദേഷ്യമുണ്ടായി. കാരണം മരവുരിയൊക്കെ ഉടുത്തപ്പോൾ അവിടെ നിന്ന ജനങ്ങൾക്കും സ്ത്രീകൾക്കെല്ലാം സങ്കടമായി. സങ്കടം കണ്ടപ്പോൾ അതുമാത്രമല്ല, ഈ ചീരവസ്ത്രം മരവുരി കൊടുത്തതാരാ? അവർ കൈകേയി 3 പേർക്കും. അതുകൊണ്ട് ശ്രീരാമ ഭഗവാനല്ലേ അവർ വരം വാങ്ങിച്ചുള്ളത് ഈ വേഷം എടുത്ത് പോകണം വനവാസത്തിന്. അല്ലാതെ ദേവി സീതാദേവി പോകണമെന്നോ ലക്ഷ്മണൻ പോകണമെന്നും അവർ വരം മേടിച്ചിട്ടില്ല, അങ്ങനെ പറഞ്ഞിട്ടുമില്ല. പക്ഷെ അവരുടെ ഇഷ്ടപ്രകാരമാണ് അവർ പോകുന്നത്. പക്ഷെ അവർക്ക് ചീരവസ്ത്രം കൊടുക്കേണ്ട കാര്യം എന്താ? അതുകൊണ്ടാണ് മഹാമുനിക്ക് ദേഷ്യമുണ്ടായത്. അപ്പോൾ ഇത് കണ്ട് വൽക്കലം ദിവ്യാംബരോ ഉപരി വേഷ്ടിച്ചു കൊടുത്തു ഭഗവാൻ. സൽക്കാരമാനം കലർന്ന് നേടിനാൻ. എന്നിട്ട് എന്നത് കണ്ടൊരു രാജധാരങ്ങളും അന്യരായുള്ള ജനങ്ങളുമൊക്കെ വന്ന ദുഃഖത്താൽ കരയുന്ന അത് കേട്ട് നിന്നരുളിയിടും വസിഷ്ഠ മഹാമുനി. അവരുടെ സങ്കടം കൊണ്ട് അദ്ദേഹം ദേഷ്യമുണ്ടായി. കോപേന ഭർസിച്ചു കൈകേയി തന്നോട് പറയുന്നത്. താപേന ചൊല്ലിനാൻ എന്തിത് തോന്നുവാൻ ദുഷ്ടേ നിശാശരി ദുർവൃത്തമാനസേ കഷ്ടം ഓർത്തോളം കഠോരശീലേഖലേ. രാമൻ വനത്തിന് പോകണമെന്നല്ലോ താമസശീലേ വരത്തെ വരിച്ചു നീ. രാമൻ വനത്തിന് പോകാനല്ലേ നീ വരം ചോദിച്ചത്? ആ വരമല്ലേ നീ വാങ്ങിച്ചോളൂ. അതുകൊണ്ട് ഇവിടെ മറ്റുള്ള 2 പേര് പോകുന്നവർക്ക് ഈ മരവിൽ കൊടുക്കേണ്ട കാര്യം എന്താ? അതാ, രാമൻ വനത്തിന് പോകണം എന്നല്ലോ താമസശീലേ വരത്തെ വരിച്ചു നീ. ജാനകി ദേവിക്ക് വൽക്കലം നൽകുവാൻ മാനസേ തോന്നിയത് എന്തൊരു കാരണം? അവർക്ക് കൊടുക്കേണ്ട കാരണം എന്താ? അവർക്ക് സാധാരണ രീതി പൊക്കൂടെ? അവർ മരുന്ന് കൊടുക്കേണ്ട കാര്യമുണ്ടോ?
ഭക്തിയാ പതിവ്രതയായൊരു ജാനകി ഭർത്താവിനു കൂടെ പ്രയാണം ചെയ്യുകിൽ സർവ ആഭരണ വിഭൂഷിത ഗാത്രിയായി ദിവ്യാംബരം പൂണ്ട് അനുഗമിച്ചിടുക. അഷ്ടമഹാമുനി പറയുന്നു, ഭക്തിയാ പതിവ്രതയായൊരു ജാനകിയാ. ആ ജാനകിക്ക് ഭർത്താവിനോട് കൂടെ പ്രയാണം അങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ സർവ ആഭരണങ്ങളും വിഭൂഷിത ഗാത്രയായി സർവ ആഭരണങ്ങളോട് കൂടി തന്നെ ദിവ്യാംബരം പൂണ്ട് അനുഗമിക്കുക, കൂടെ പോവുക. കാരണം കാനന ദുഃഖ നിവാരണാർത്ഥം പതി, ഭർത്താവിന് കാനനത്തിൽ വസിക്കുന്ന സമയത്ത് ഭർത്താവിനും പതി മാനസവും രമിപ്പിച്ചു സദാകാലം. ശ്രീരാമൻ ഭർത്താവാണ്, അതുകൊണ്ട് പതിയുടെ മനസ്സ് രമിപ്പിച്ചു സദാകാലം. ഇത് രണ്ടുപേരും ഒരേ വസ്ത്രം എടുക്കുമ്പം ശ്രീരാമഭവൻ എന്തൊരു ദുഃഖമായിരിക്കും, ആ സീതയ്ക്കും ഇത് തന്നെ വന്നല്ലോ എന്ന്. പക്ഷേ അഷ്ടമഹാമുനി പറഞ്ഞതുപോലെ ആഭരണങ്ങളോടുകൂടി ഒരു രാജകീയ രീതി തന്നെ അവർ പോയാൽ ഭഗവാൻ അത്ര ദുഃഖം ഉണ്ടാവത്തില്ല. ഇത് സീതയും കൂടെ അങ്ങനെ ഉടുക്കേണ്ട കാരണമുണ്ടോ? അതുമല്ല അവരുടെ ഇഷ്ടമാണെങ്കിൽ പോലും. അതുകൊണ്ടാണ് അഷ്ടമഹാനി ദേഷ്യം കൈകേയിയോട് വന്നത്. അതുകൊണ്ട് മാനസം, ഭഗവാന്റെ മാനസം രമിപ്പിച്ചു സദാകാലം ഭർത്തൃ ശുശ്രൂഷയും ചെയ്തു പിരിയാതെ ചിത്തശുദ്ധിയ ചരിച്ചിടുകന്നേ വരൂ. അതുകൊണ്ട് മനസ്സ് ശുദ്ധമായിട്ട് തന്നെ അവിടെ വസിക്കുക. ശ്രീരാമൻ്റെ മനസ്സിന് സന്തോഷമായി രമിപ്പിച്ചും കൊണ്ട് അവിടെ കഴിയുക. ഇത്തം വസിഷ്ഠോക്തി കേട്ടു ദശരഥൻ നത്വാ സുമന്ത്രരോടേവം അരുൾ ചെയ്തു. അങ്ങനെ മന്ത്രിയോട് പറഞ്ഞു. ആരാണ്? പിതാവ് ദശരഥൻ പറയുന്നു. ഇതൊക്കെ കേട്ടപ്പോൾ പോകാൻ നേരത്ത് എന്തുവട്ടെ രഥം വരുത്തണ്ടേ? ദശരഥ മഹാരാജാവ് പറയുന്നു, മന്ത്രിയോട് പറയുന്നു, രാജയോഗ്യം രസമാധു ആശു വരുത്തുക, രഥത്തെ വരക്കാൻ. രാജയോഗ്യം വെച്ചാൽ അവിടെ രാജാക്കന്മാരും യുവരാജാവും ഒക്കെ പോകുന്നത് രഥത്തിലാണല്ലോ. അതുകൊണ്ട് രാജയോഗ്യം അനുസരിച്ച് രഥം കൊണ്ടുവരുത്തുക. അതുകൊണ്ട് രാജയോഗ്യം രഥമാശു വരുത്തുക, രാജീവ നേത്ര പ്രയാണായ സത്വരം. പിതാവ് പറയുന്നു, രഥം വരുത്താൻ മന്ത്രിയോട് പറഞ്ഞു. സുമന്ത്രൻ എന്ന് വെച്ചാൽ മന്ത്രി. ഇത്തം ഉക്കുതാ രാമവക്രാംബുജം പാർത്തു പുത്രാഹ രാമ സൗമിത്രേ ജനകജേ രാമ രാമ ത്രിലോകാഭിരാമാങ്കാഹ ഹാ മമ പ്രാണസമാന മനോഹര. എൻ്റെ പ്രാണന് സമം. ദശരഥ മഹാരാജന് പ്രാണനാണ് ശ്രീരാമൻ. അതുകൊണ്ട് യുദ്ധമെല്ലാം ഇങ്ങനെ രഥം കൊണ്ട് വരുത്തു എന്ന് പറഞ്ഞിട്ട് യുദ്ധം ഇങ്ങനെ പറഞ്ഞിട്ട് രാമവക്രാംബുജം പാർത്തു, ശ്രീരാമൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ഹാ പുത്ര ഹാ ഹാ രാമ സൗമിത്രേ ലക്ഷ്മണ, ശ്രീരാമനെയും ലക്ഷ്മണനെയും ജനകജെ സീതയൊക്കെ വിളിച്ച് പിതാവ് കരയുക. രാമ രാമ ത്രിലോകാഭിരാമാങ്ക ഹാ ഹാ മമ പ്രാണ സമാന മനോഹര. അതായത് മഹാരാജാവിൻ്റെ പ്രാണൻ സമനാണ് ഈ ശ്രീരാമൻ. ദുഃഖിച്ച് ഭൂമിയിൽ വീണു ദശരഥൻ ഉൾക്കാൻ പഴിഞ്ഞു കരയുന്നതു നേരം. ഇങ്ങനെ ഹാ രാമ സീതേ ലക്ഷ്മണ എന്നെല്ലാം പറഞ്ഞിട്ട് ഉൾക്കാൻ പഴിഞ്ഞ് കരഞ്ഞ് വീണു. തേരും ഒരുമിച്ച് നിർത്തി സുമന്ത്രരും ശ്രീരാമദേവനും അപ്പോൾ അരുൾ ചെയ്തു. തേര് കൊണ്ടു നിർത്തി സുമന്ത്രര്. ശ്രീരാമദേവൻ പറയുന്നു, തേരിൽ കരേറുക സീതേ വിരവിൽ നീ പെട്ടെന്ന് വിരവിൽ, അതുകൊണ്ട് നീ പെട്ടെന്ന് തന്നെ തേരിൽ കരേറു സീതേ. ശ്രീരാമൻ പറഞ്ഞു, നേരം ഇനി കളഞ്ഞിടരുത്, ഏതുമേ സമയം പോകാതെ കയറൂ. സുന്ദരി വന്ദിച്ചു തേരിൽ കരേറിനാൾ ഇന്ദിരാ വല്ലഭനാകിയ രാമനും. മാനസഖേദം കളഞ്ഞു ജനകനെ വീണു വണങ്ങി പ്രദക്ഷിണവും ചെയ്തു താണു തൊഴുതുടൻ തേരിൽ കരേറിനാൻ. അങ്ങനെ പിതാവിനെ താണു വണങ്ങി തൊഴുതിട്ട് പ്രദക്ഷിണമൊക്കെ ചെയ്തിട്ട് തേരിൽ കരേറി. സീതയും വന്ദിച്ചിട്ട് തേരിൽ കരേറി ശ്രീരാമനും സീതയും. എന്നിട്ട് ബാണചാപാസി തൂണീരാദികളെല്ലാം കൈക്കൊണ്ട്, ആരാ കൈക്കൊണ്ടത്? ലക്ഷ്മണൻ. വന്ദിച്ചു താനും കരേറിനാൻ. ലക്ഷ്മണൻ അപ്പോൾ സുമന്ത്രനും ആകുലാൽ ദുഃഖേന തേർ നടത്തിയിടിനാൻ. ഈ ഒരു വരിയിൽ ഭൂപൻ എന്ന് കിടപ്പുണ്ട്. ഭൂപൻ അതിനോട് ചേർത്ത് പറയേണ്ടതല്ല. ഭൂപൻ നിൽക്കാന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ തേർ നിർത്തിയിടിനാൻ എന്ന് പറയണം. അപ്പോൾ ഈ കൈക്കൊണ്ട് എന്താണ്? ഈ അമ്പും വില്ലൊക്കെ എടുത്ത് കയ്യിലെടുക്കണ്ടേ ലക്ഷ്മണന്? അതുകൊണ്ട് ശ്രീരാമനും സീതയും തേരിൽ കയറിയപ്പോൾ ലക്ഷ്മണൻ ബാണചാപാസി തൂണീരാദികളെല്ലാം കൈക്കൊണ്ട് എടുത്തും കൊണ്ട് താതനെ വന്ദിച്ചു കരേറി ലക്ഷ്മണൻ അപ്പോൾ കയറിയപ്പോൾ സുമന്ത്രനും എങ്ങനെ ആകുലാൽ വിഷമത്തോടുകൂടിയാണ് കയറിയത് സുമന്ത്രനും ലക്ഷ്മണനൊക്കെ. എന്നിട്ട് ദുഃഖേന തേർ നടത്തിയിടിനാൻ, സങ്കടത്തോടുകൂടി തന്നെ തേര് സുമന്ത്രന് നടത്തി.
അത്രമാത്രം സങ്കടം മന്ത്രിക്കുണ്ട്. അപ്പോൾ പറയുന്നു, അങ്ങനെ ദുഃഖേന തേർ നടത്തിയപ്പോൾ പൂവനും നിൽക്കെന്ന് ചൊന്നാൻ. അപ്പം രാജാവ് പറഞ്ഞു, പിതാവ് പറഞ്ഞു, പെട്ടെന്ന് കരഞ്ഞ് വീഴൊക്കെ ചേട്ട് ദുഃഖങ്ങളെ കളഞ്ഞിട്ടാണ് ശ്രീരാമൻ വന്ദിച്ചത്. അടക്കിയിട്ട് ശ്രീരാമഭഗവാൻ വന്ദിച്ചു, പ്രദക്ഷിണമൊക്കെ ചെയ്ത് വീട് മണങ്ങി, സീതയും മണങ്ങി കയറി. പക്ഷേ അപ്പോഴെല്ലാം ദുഃഖം പേറി നിൽക്കുവാണ് രാജാവ്. അപ്പോൾ കയറി തേര് നടത്തിയെന്നായപ്പോൾ നിൽക്കാന്ന് പിതാവ് പറഞ്ഞ്. പോകുമ്പോൾ നിൽക്കെന്ന് പറഞ്ഞുകൂടാത്തതാ, അങ്ങനെ പറയരുത് ഒരു യാത്ര പോകും. പക്ഷേ ദുഃഖത്തിൻ്റെ കൂടുതലുണ്ട്. രാജാവ് പറഞ്ഞു, നിൽക്കെന്ന് ചൊന്നാൻ രഘുനാഥനും ഗച്ഛേതി വേഗാൽ അരുൾ ചെയ്തു. നിൽക്കാന്ന് പിതാവ് പറഞ്ഞപ്പോൾ ഗച്ഛേന്ന് പെട്ടെന്ന് തന്നെ ശ്രീരാമൻ പോകുന്നു. നിന്നാൽ പിന്നെയും കരച്ചിൽ കൂടും, പോകാൻ പറ്റുമോ? പിന്നെ അങ്ങനെ എപ്പോഴാലും പോയല്ലേ പറ്റുമോ? അതുകൊണ്ട് ശ്രീരാമൻ നിൽക്കാതെ പോകൂ പറഞ്ഞ്. അപ്പോൾ ദുഃഖേന തേർ നടത്തിയിടാൻ പൂവനും നിൽക്കെന്ന് ചൊന്നാൻ. തേരങ്ങോട്ട് നടത്തിയപ്പോഴേ രാജാവ് നിൽക്കൂന്ന് വിഷമിച്ച് പറഞ്ഞപ്പോൾ രഘുനാഥൻ ശ്രീരാമൻ പറഞ്ഞു, ഗച്ഛേതി വേഗാൽ അരുളിച്ച് പെട്ടെന്ന് തന്നെ പോകുന്നു പെട്ടെന്ന് തന്നെ അങ്ങ് പറഞ്ഞു. നിശ്ചലമായതു ലോകവും അന്നേരം. ലോകം എന്ന് പറഞ്ഞാൽ എന്താണ്? സർവ്വതും. അവിടെ നിന്ന് ജനങ്ങളും ബാലന്മാരും സ്ത്രീകളും എല്ലാവരും നിശ്ചലമായി. അതായത് അവർ മാത്രമല്ല, അവിടെ സസ്യങ്ങളും വൃക്ഷങ്ങളും എല്ലാം ഉണ്ട്, അതെല്ലാം നിശ്ചലം. കാരണം പോകുന്നത് ആരാ? പരമാത്മാവല്ലേ. അപ്പോൾ അവിടെ നിൽക്കുന്ന ജനങ്ങൾ മാത്രമല്ല, നിശ്ചലമായത് ലോകവും അന്നേരം എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അവിടെ എന്തെല്ലാം ഉണ്ടോ, സസ്യങ്ങളോ അതായത് വൃക്ഷലതാദികളും പക്ഷിമൃഗാദികളും അവിടെ ആരൊക്കെ ഉണ്ടോ ജനങ്ങളൊക്കെ നിശ്ചലമായി. അത് പോകുന്നത് ആരാ? പരമാത്മാവല്ലേ. അതുകൊണ്ട് നിശ്ചലമായതു ലോകവും അന്നേരം. രാജീവലോചനൻ ദൂരെ മറഞ്ഞപ്പോൾ രാജാവ് മോഹിച്ചു വീണതു ഭൂതലേ. നോക്കി നിന്നപ്പോൾ പോകുന്ന വഴിക്ക് അല്പം അങ്ങോട്ട് പോകുമ്പോൾ മറയുമല്ലോ, വഴി വളഞ്ഞു പോകുമ്പം മറഞ്ഞു പോയപ്പോൾ ഇദ്ദേഹം വീണ്ടും ബോധം കെട്ട് വീണു. രാജാവ് മോഹിച്ചു വീണതു ഭൂതലേ. സ്ത്രീ ബാലവൃദ്ധാവധി പുരവാസികൾ താപമൊഴുത്തു വിലപിച്ചു പിന്നാലെ തിഷ്ട പ്രഭോ രാമ ദയാനിധേ. അവിടെ നിന്ന് കുട്ടികളും സ്ത്രീകളും വൃദ്ധാവധികളും പുരവാസികളെല്ലാം താപമൊഴുത്ത് വിഷമം ഒഴുത്തിട്ട് വിലപിച്ചു പിന്നാലേ പോയി. തിഷ്ട പ്രഭോ, നിൽക്കൂന്നും പറഞ്ഞവരെല്ലാം നിലവിളിച്ചുകൊണ്ട് കുട്ടികളും സ്ത്രീകളും വൃദ്ധന്മാരും എല്ലാവരും ആ ഒരു സമയത്ത് നിശ്ചലമായി നിന്നെങ്കിലും പോയപ്പോൾ അവർ വെപ്രാളം പിടിച്ച് അവരും നിൽക്കൂ തിഷ്ട പ്രഭോ രാമ ദയാനിധേ എന്നും പറഞ്ഞ് അവരുടെ കൂടെ പോയി. ദൃഷ്ടിക്ക് അമൃതമായ ഒരു തിരുമേനി, പരമാത്മാവായ ഈശ്വരൻ അവിടെയൊക്കെ ദൃഷ്ടിക്ക്, കണ്ണിന് എന്താണ്? ദൃഷ്ടിക്ക് അമൃതാണ്. അത്രമാത്രം ശോഭയേറിയ പരമാത്മാവായിരുന്നു അവിടെയൊക്കെ കണ്ണിന് കാണുന്നത്. അപ്പോൾ തിഷ്ട പ്രഭോ രാമ ദയാനിധേ, ദൃഷ്ടിക്ക് അമൃതമായ ഒരു തിരുമേനി കാണാകിൽ എങ്ങനെ ഞങ്ങൾ പൊറുക്കുന്നു? പ്രാണനോ പോയതല്ലോ മമ ദൈവമേ, ഞങ്ങളുടെ പ്രാണനല്ലയോ പോകുന്നത് എന്നും പറഞ്ഞ് അവിടെ നിൽക്കുന്നവരത്ര പേരും നിലവിളിച്ചു. കാണാകിൽ എങ്ങനെ ഞങ്ങൾ പൊറുക്കുന്നു? ഈ ഭഗവാനെ, ഞങ്ങൾ ശ്രീരാമനെ കാണാതിരിക്കാൻ ഞങ്ങൾക്ക് എങ്ങനെ സഹിക്കാൻ പറ്റും? പ്രാണനോ പോയതല്ലോ മമ ദൈവമേ, ഞങ്ങളുടെ പ്രാണനാണല്ലോ പോകുന്നത്. അവർക്ക് പ്രാണനാ പരമാത്മാവ് കൊണ്ടുപോകുന്നത് പോലെ അവർ പിന്നെ അവിടെ ശവം പോലെ ആയിരിക്കും. കാരണം ശ്രീരാമൻ ഇല്ലെങ്കിൽ അങ്ങനെയാണ്. ദേവി ഇല്ലല്ലോ, ഭഗവാനോട് എപ്പോഴും ലക്ഷ്മി ഉണ്ടല്ലോ, ഇവർ രണ്ടും കൂടെ അല്ലേ പോയേക്കുന്നത്. അപ്പോൾ അത്ര ദുഃഖമുണ്ട്. അതുകൊണ്ട് പ്രാണനോ പോയതല്ലോ മമ ദൈവമേ. ഇത്തരം ചൊല്ലി വിലപിച്ചു സർവരും സത്രം തേരൻ പിറകെ നടകൊണ്ടാർ. ഇങ്ങനെല്ലാം പറഞ്ഞും കരഞ്ഞും അവരെല്ലാവരും കൂടെ തേരിൻ്റെ പിറകെ പോയി. മന്നവൻ താനും ചിരം വിലപിച്ചതാ ചൊന്നാൻ പരിചാരകന്മാരോട് ആകുലാൽ. അപ്പോൾ രാജാവ് വിഷമിച്ച് കരഞ്ഞുകൊണ്ട് ആകുലത്തോട് പറയുന്നു, പരിചാരകന്മാരോട് പറഞ്ഞു, എന്നെ എടുത്തിനി കൊണ്ടുപോയി ശ്രീരാമൻ തന്റെ മാതൃഗേഹത്തിലാക്കുവിൻ. എനിക്കിനി ഇവിടെ അല്ല, എനിക്കിനി മാതാവാര കൗസല്യാമ്മയുടെ മകനല്ലേ ശ്രീരാമൻ. അപ്പോൾ ശ്രീരാമൻ വസിക്കുന്ന വീട്ടിൽ കൊണ്ടാക്കാൻ പരിചാരകന്മാരോട് പറഞ്ഞു ഈ രാജാവ്. എന്നെ എടുത്ത് നടക്കാനൊന്നും വയ്യ, അത്രമാത്രം തലേന്ന് മൊത്തവും നിലവിളിയല്ലായിരുന്നു, രാത്രി മൊത്തവും ഉറങ്ങിയിട്ടുണ്ടോ, എല്ലാം കൊണ്ട് അദ്ദേഹം അത്രമാത്രം ആയില്ലേ. അതുകൊണ്ട് എന്നെ എടുത്ത് ഇനി കൊണ്ടുപോയി ശ്രീരാമൻ തന്റെ മാതൃഗേഹത്തിലാക്കുവിൻ. കൗസല്യാമ്മയുടെ മാതാവ് അവരാണല്ലോ.
അവിടെ കൊണ്ടാക്കുവിൻ. രാമനെ വേറിട്ടു ജീവിച്ചു ഞാൻ ഇനി ഭൂമിയിൽ വാഴുന്നതില്ലെന്നു നിർണയം. രാമനില്ലാതെ എനിക്കിനി ഭൂമിയിൽ എനിക്ക് വേണ്ട, ജീവിക്കണ്ട, വാഴണ്ട, അത് നിർണയമാണ് എന്നോടെ പിതാവ് പറഞ്ഞു. എന്നതു കേട്ടൊരു ഭൃത്യജനങ്ങളും മന്നവൻ തന്നെ എടുത്തു കൗസല്യതൻ മന്ദിരത്തിങ്കിലാക്കിടിനാൻ അന്നേരം. അങ്ങനെ അവിടെ കൊണ്ടാക്കി. വന്നൊരു ദുഃഖേന മോഹിച്ചു വീണു, വീണ്ടും മോഹിച്ചു വീണതു. പിന്നെയും ഉണർന്നു കരഞ്ഞു തുടങ്ങി. ഞാൻ കൂടെ മോഹിച്ചു വീഴും, വീണ്ടും ഉണരും, പിന്നും കരയും. അങ്ങനെ വന്നൊരു ദുഃഖേന മോഹിച്ചു വീണതു, പിന്നെയും ഉണർന്നു കരഞ്ഞു തുടങ്ങിനാർ. ഖിന്നയായി മേവുന്ന കൗസല്യ തന്നോടും ശ്രീരാമനും തമസാ നദി തന്നുടെ തീരം ഗമിച്ചു വസിച്ചു. നിശാമുഖേ പാനീയ മാത്രം ഉപജീവനം ചെയ്തു. ജാനകിയോടും നിരാഹാരനായൊരു വൃക്ഷമൂലെ ശയനം ചെയ്തുറങ്ങിനാൻ. അങ്ങനെ എവിടം വരെ എത്തി? തമസാ നദിയുടെ അടുക്ക ചെന്ന്. നിശാമുഖം, സന്ധ്യയായി. അപ്പോൾ അവിടെ നിശാമുഖം വെച്ചാൽ സന്ധ്യയുടെ തുടക്കം. ഈ തുടക്കത്തിന് ആ മുഖം എന്ന് പറയുന്നത് ആരംഭിക്കുന്നു, സന്ധ്യ ആരംഭിക്കുന്നു, രാത്രിയിലേക്ക് കയറുന്നു, പകല് മാറിയിട്ട്. അതുകൊണ്ട് സന്ധ്യയായപ്പോൾ പാനീയ മാത്രം, വെള്ളം മാത്രം ഉപജീവനമായിട്ട് സീതയും ശ്രീരാമനും കഴിച്ചിട്ട് നിരാഹാരനായി മറ്റൊന്നും കഴിക്കാതെ ഒരു വൃക്ഷത്തിൻ്റെ മൂലെ ശയിച്ചു ഉറങ്ങി. ലക്ഷ്മണൻ വില്ലും അമ്പും ധരിച്ച് അന്തികയെ രക്ഷിച്ചു നിന്നു. സുമന്ത്രനുമായി ഓരോ ദുഃഖ വൃത്താന്തങ്ങളും പറഞ്ഞ ആകുലാൽ അവര് സുമന്ത്രനും ലക്ഷ്മണനും ഈ ശ്രീരാമൻ കിടക്കുന്നിടത്ത് തന്നെ കാവലായി നിന്നു. രാത്രി ആവുമല്ലേ, അവൻ വനമൊക്കെ അല്ലേ അങ്ങോട്ടങ്ങോട്ട്, അതുകൊണ്ട് രക്ഷിച്ചു നിന്നു സുമന്ത്രനും ലക്ഷ്മണനും കൂടെ. വില്ലും അമ്പൊക്കെ ധരിച്ചിട്ട് മൃഗങ്ങളോ വല്ലതൊക്കെ വന്നാലോ. അതുകൊണ്ട് വൃക്ഷമൂലെ ശയനം ഇവർ രണ്ടും ഉറങ്ങിയപ്പോൾ ലക്ഷ്മണനും സുമന്ത്രനും പിന്നെ ജനങ്ങളൊക്കെ ഉണ്ട്, എല്ലാവരും അവരൊക്കെ അവരോടെ കിടപ്പുണ്ട്. കാരണം ഇവരുടെ കൂടെ കുറേ പേര് പോയിട്ടുണ്ട്. അവർ അങ്ങനെ ഭഗവാനെ രക്ഷിച്ചു നിന്നു സുമന്ത്രനും ലക്ഷ്മണനും കൂടെ. ദുഃഖങ്ങളെല്ലാം പറഞ്ഞ ആകുലാൽ പൗരജനങ്ങളും ചെന്ന് അരികെ പുക്ക് ശ്രീരാമനെ അങ്ങ് കൊണ്ടുപോയി കൂടാകിൽ കാനനവാസം നമുക്ക് എന്നേ വരും. മാനസത്തെങ്കിൽ ഉറച്ചു മരുവിനാർ. അങ്ങനെ പോയ ജനങ്ങൾ പറയുന്നു, ശ്രീരാമനെ അങ്ങ് കൊണ്ടുപോയി കൂടാകിൽ കാനനവാസം നമുക്കും എന്നേ വരും. അങ്ങനെ അവരെല്ലാം മാനസത്തെങ്കിൽ അങ്ങ് ഉറച്ച് അവരും കൂടെ പോകുമെന്നൊക്കെ അവരോട് പോയവരൊക്കെ അങ്ങനെ എന്നേ വരും. അങ്ങനെ ഒരു മനസ്സുകൊണ്ട് ഉറച്ചത് ആരറിയുന്നു? പൗരജനത്തിൻ്റെ ഈ പരിദേവനം. അവർ പറയുന്നതെല്ലാം ശ്രീരാമഭവൻ അവിടെ കിടന്ന് അതൊക്കെ കേട്ടു. അവരുടെ പരിദേവനം വെച്ചാൽ എന്താ? അവരുടെ വിഷമങ്ങൾ. നമുക്കും കൂടെ പോവാം, ഞങ്ങൾക്ക് ഇനി ഞങ്ങളുടെ പ്രാണനാണ് അവർ കരയുമല്ലേ, ഇത് കേട്ട സങ്കടമല്ലേ. അതുകൊണ്ട് ഭഗവാൻ ശ്രീരാമൻ എന്ത് ചെയ്തു? പൗരജനത്തിൻ പരിദേവനം കണ്ട് ശ്രീരാമദേവനുള്ളിൽ നിരൂപിച്ച്. എന്താ നിരൂപിച്ചത്? ഉറക്കം മുഴുക്ക വരുമ്പോൾ ഇവരങ്ങ് പോകും, അവരെ ഇട്ടിട്ട് അവരറിയത്തില്ല. അതാ അങ്ങനെ ശ്രീരാമഭവൻ എന്താ നിരൂപിച്ചത് വായിക്കാം. സൂര്യൻ ഉദിച്ചാൽ അയക്കുകയും ഇല്ലവർ. അപ്പോൾ സൂര്യൻ ഉദിച്ച് വെട്ടം വീണ പിന്നെ കാണും, അയക്കത്തില്ല. രാവിലെ അങ്ങോട്ട് നിലവിളി തുടങ്ങും. അതുകൊണ്ട് ഭഗവാൻ എന്താ തീരുമാനിച്ചത്? സൂര്യൻ ഉദിച്ചാൽ അയക്കയും ഇല്ലിവർ, കാര്യത്തിനും വരും വിഘ്നം എന്നാൽ ഇവർ ഖേദം കലർന്നു തളർന്നു ഉറങ്ങുന്നതോ. ഇപ്പോൾ അവരുടെ ഖേദമൊക്കെ മാറി ഉറക്കം പിടിച്ച്. അതുകൊണ്ട് നേരം വെളുത്താൽ ഈ പോകുന്ന കാര്യത്തിന് വിഘ്നം ഉണ്ടാകും. പോകണ്ടേ, പോയല്ലേ പറ്റൂ, അതല്ലേ ഭഗവാൻ വന്നത് അവതരിച്ചത്. അതുകൊണ്ട് ഖേദം കലർന്ന് അവർ തളർന്ന് ഉറങ്ങുന്നതു. ബോധമില്ല ഇപ്പോൾ, ഇനി ഉണരും മുമ്പേ. ഇപ്പോൾ അവർക്ക് ബോധമില്ല. ഇത്ര അപ്പം നേരം വെളുത്താട്ട് വിടത്തുമില്ല. ഇപ്പോൾ അവർ ബോധമില്ല, ക്ഷീണം കൊണ്ട് കരഞ്ഞും വിളിച്ചും കിടക്കുകയല്ലേ, അപ്പം ഉറങ്ങി. അതുകൊണ്ട് ബോധമില്ല ഇപ്പോൾ, ഇനി ഉണരും മുമ്പേ പോകാം നാം ഇപ്പോഴേ കൂട്ടുക തേരെന്ന്. നമുക്ക് ഇവർ എണീക്കുന്ന നമുക്ക് പോകാം. അതുകൊണ്ട് തേര് തെളിച്ച് പോകേണ്ടതാണ്, തേരൊരുക്കുക. അത് സുമന്ത്രനോട് പറഞ്ഞു, നമുക്ക് ഇപ്പം തന്നെ പോയി, ഇവർ ബോധം കെട്ട് ഉറങ്ങുമല്ലേ, ഇവർ എണീക്കുന്ന മുമ്പേ നമുക്ക് പോകാം. അതുകൊണ്ട് ബോധമില്ലിപ്പോൾ, ഇനി ഉണരും മുമ്പേ പോകാം നാം ഇപ്പോഴേ കൂട്ടുക തേരെന്ന്. രാഘവൻ വാക്കുകൾ കേട്ട് സുമന്ത്രനും വേഗേന തേരും ഒരുമിച്ച്. അന്നേരം രാഘവന്മാരും ജനക തനൂജയും തേരിലേറിയിടാരേതും അറിഞ്ഞില്ല. തേരിലേറിനാരേതും മറ്റൊരാരും അറിഞ്ഞില്ല. അപ്പോൾ അവർ ജനങ്ങൾ അന്നേരം സുമന്ത്രനും ചെറ്റ് അയോധ്യ അഭിമുഖം ഗമിച്ചിട്ട് അതാ തെറ്റൻ തെക്കോട്ട് തന്നെ നടകൊണ്ടു. പൗരജനങ്ങൾ ആരും അറിഞ്ഞില്ലെന്നാ. അതാ രണ്ടാമത്തെ വരി കിടക്കുന്നത്, ആദ്യത്തെ വരി വായിക്കണം. അതാണ് ഇതിനകത്ത് വരുന്ന കുഴപ്പം. അപ്പോൾ അത് നോക്കുന്നത് ഞാൻ വായിച്ച തെറ്റ് വരുന്നത്. അപ്പോൾ രാഘവന്മാരും ജനക തനൂജയും, അതായത് ജനകപുത്രിയും എല്ലാവരും തേരിലേറി. അപ്പോൾ പൗരജനങ്ങൾ അന്നേരം ഒന്നും അറിഞ്ഞില്ല. അങ്ങനെ വായിക്കണം. എന്നിട്ട് സുമന്ത്രനും ചെറ്റ് അയോധ്യാഭിമുഖം ഗമിച്ചിട്ടത് ആ തെറ്റെന്ന് തെക്കോട്ട് തന്നെ നടകൊണ്ടു. ഇവർ സുമന്ത്രൻ പോയെങ്കിലേ പറ്റത്തുള്ളൂ, തേര് കൊണ്ട് പോകണ്ടേ. ആ നദി വരെ
ശൃംഗവേരുവിൻ്റെ അവിടം വരെ പോകും. അപ്പോൾ അയോധ്യ അഭിമുഖം ഗമിച്ചിട്ട് അധ തെറ്റുന്ന തെക്കോട്ട് തന്നെ നടകൊണ്ട് ചുറ്റും കിടന്ന പുരവാസികളെല്ലാം പിറ്റേന്നാൾ തങ്ങൾ ഉണർന്നു നോക്കുന്നേരം അവരെല്ലാവരും ഉണർന്ന്, നേരം വെളുത്തപ്പോൾ എല്ലാ പുരവാസികൾ കൂടെ പോരെല്ലാവരും ഉണർന്ന് പിറ്റേന്നാൾ തങ്ങൾ ഉണർന്നു നോക്കുന്നേരം കണ്ടീല രാമനെ എന്നു കരഞ്ഞ് അതികുണ്ഠിതന്മാരായി പുരം പൊക്കുമേ വിനാർ. അങ്ങനെ കരഞ്ഞ് ശ്രീരാമൻ എന്തിയെന്ന് പറഞ്ഞ് കരഞ്ഞ് കണ്ടീല ഭഗവാനെ, സീതയൊന്നും കണ്ടീല രാമനെ എന്നു കരഞ്ഞ് അതികുണ്ഠിതന്മാരായി പുരം പൊക്കുമേ വിനാർ. അങ്ങനെ അവർ പിന്നെ അവിടെ നിന്നിട്ട് എന്താ കാര്യം, അവർ പുരം പൊക്ക് അവരുടെയൊക്കെ വീട്ടിലേക്ക് തന്നെ കരഞ്ഞും നിലവിളിച്ചും തിരിച്ചു പോയി. സീതാസമേതനാം രാമനെ സന്തതം ചേതസി ചിന്തിച്ച് അനുദിനം പുത്രമിത്രാദികളോട് ഇടചേർന്ന് ചിത്തശുദ്ധിയാ വസിച്ചിടിനാരേ വരും. അവർ വെറുതെ അല്ല പോയത്, എന്താ എപ്പോഴും ചിത്തശുദ്ധിയോടൊത്ത് എന്താ ചിന്തിക്കുന്നേ, അവർ കരഞ്ഞ് വിഷമിച്ച് അവരെ വീട്ടിലോട്ട് പോയെങ്കിലും സീതാസമേതനാം സീതയോടുകൂടി രാമനെ സന്തതം, സീതയെയും ശ്രീരാമനെയും കൂടെ ഒന്നിച്ച് രാമനെ എപ്പോഴും ചേതസി മനസ്സിൽ ചിന്തിച്ച് അനുദിനം ദിവസവും സീതാസമേതനായ അത് ശ്രീരാമനെയും സീതയെയും എപ്പോഴും അവർ ചിന്തിക്കാത്ത സമയമില്ല. ആ പുരവാസികൾ കരഞ്ഞുകൊണ്ട് പോയിട്ട് അനുദിനം ദിവസം ഭഗവാനെയും സീതയും ചിന്തിക്കാത്ത നേരമില്ല. അതാണ് സീതാസമേതനാം രാമനെ, സീതയോട് കൂടിയുള്ള ശ്രീരാമനെ സന്തതം ചേതസി ചിന്തിച്ച് അനുദിനം പുത്രമിത്രാദികളോട് ഇടചേർന്ന് അവരുടെ പുത്രങ്ങളും മിത്രങ്ങളുമായിട്ട് ഇടചേർന്നും കൊണ്ട് സീതയെ ശ്രീരാമനെയും ചിന്തിക്കുകയും ചെയ്യും. ഒരു ഭജന പോലെ തന്നെ അങ്ങനെ ചിന്തിച്ച് പുത്രമിത്രാദികളോട് ഇടചേർന്ന് ചിത്തശുദ്ധിയ വസിച്ചിടനാരേ വരും. അവർ മനസ്സ് ശുദ്ധതയോട് അത്രമാത്രം സന്തോഷമുള്ളവർക്ക് ശ്രീരാമനോട് ചേരാൻ പറ്റും. ഭഗവാൻ പോയപ്പോൾ അത്ര നിലവിളിയും പടവളിയും എന്താ അത്രമാത്രം ഇഷ്ടമാണ് ഭഗവാന്. ആ തിരുമേനി കാണാനിരിക്കാൻ അവരുടെ പ്രാണനാണെന്ന് അവർ പറഞ്ഞ് കരയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ശ്രീരാമ ഭഗവാനെ അവർ അനുദിനം മനസ്സിൽ അവരുടെ പുത്രങ്ങളോടും മിത്രങ്ങളോടും ചേർന്നുകൊണ്ട് തന്നെ എല്ലാ വീടൊക്കെ അന്വേഷിച്ച് ഗൃഹസ്ഥ ആശ്രമമായിട്ട് നിന്നുകൊണ്ട് സീതയെയും ശ്രീരാമനെയും അവർ അനുദിനം ചിന്തിച്ചുകൊണ്ട് തന്നെ കഴിയുന്നു. അത് ചിത്തശുദ്ധിയോടുകൂടി മംഗലദേവതാ വല്ലഭൻ രാഘവൻ ഗംഗാ തടമ്പുക്ക് ജാനകി തന്നോടും മംഗല സ്നാനവും ചെയ്തു സഹാനുജം ശൃംഗിവേരെ വിദൂരെ മരുവീടിനാൻ. അങ്ങനെ മംഗലദേവതാ വല്ലഭൻ രാഘവൻ ഗംഗാ തടമ്പുക്ക് ജാനകി തന്നോടും മംഗല സ്നാനമൊക്കെ ചെയ്ത് നന്നായി കുളിച്ച് സഹാനുജം ഇവരെല്ലാം ചേർന്ന് ശൃംഗിവേരെന്ന് പറഞ്ഞ് അയാളുടെ പേര് മറന്നുപോയി. ഇങ്ങനെ അയാളുടെ പേരാത്. ആ ശൃംഗിവേരെന്ന ഒരു ആളവിടെ താമസമുണ്ട്. അദ്ദേഹത്തിൻ്റെ ശൃംഗിവേരത്തിനടുത്ത് ഒരു നദി, അദ്ദേഹമാണ് വെള്ളമൊക്കെ തുഴഞ്ഞ് അക്കരയാക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ഭഗവാൻ അവിടെ വരെ ചെന്നു. ശൃംഗിവേരെ വിദൂരെ, ഇത്തിരി ദൂരെയാണ്. അവിടെ ചെന്ന് മരുവീടിനാൻ. എന്നിട്ട് ദാശരഥിയും വിദേഹ തനൂജയും ശംശപാമൂലെ സുഖേന വാണിടിനാർ. അതായത് ഇരുൾ മരച്ചുവട്ടിലാണ് കിടക്കുന്നത്. ഈ പുല്ലോ ഇലയൊക്കെ പറിച്ച് നിരത്തി കിടക്കൊക്കെ വിരിച്ച് നമുക്ക് അടുത്ത പ്രാവശ്യം വായിക്കാം. ഗുഹൻ്റെ ശൃംഗിവേര, അത് ഗുഹൻ്റെ സംഗമമാണ്. ആ ഗുഹനെ കണ്ടുകിട്ടും. അതാണ് എന്നാൽ കഴിഞ്ഞ പ്രാവശ്യം വായിച്ചതിൻ്റെ ഓർമ്മ മറന്നു ഞാൻ. പിന്നെ എന്ത് വായിക്കുന്ന ഇന്നാ. അപ്പോൾ ദാശരഥി വെച്ചാൽ ശ്രീരാമനാണ് ദാശരഥി എന്ന് പറയുന്നത്. ദശരഥ മഹാരാജാവിൻ്റെ മകന് ദാശരഥി എന്ന് പറയുന്നത് ശ്രീരാമന്. ദാശരഥിയും വിദേഹ തനൂജയും, അത് സീതാദേവിയും ശംശപാമൂലെ, അതായത് ശൃംഗിവേരത്തിനടുത്ത് ഇരുൾ മരച്ചുവട്ടിൽ, അതാണ് ശംശപാമൂലെ, പിന്നെ മരച്ചുവടാണ്, അവിടെ ആണ് സുഖേന വാണിടിനാർ. ഇനി നമുക്ക് ഗുഹസംഗമാണ് വായിക്കാം. നമുക്ക് അടുത്ത ദിവസം വായിക്കാം. 24 കുഴപ്പമില്ല. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ വായിക്കുമ്പോഴൊക്കെ ആദ്യമൊക്കെ വായിക്കുമ്പോൾ ഭയങ്കരമായിട്ട് കരയുമായിരുന്നു. ഇപ്പം എനിക്ക് അങ്ങനെയൊന്നും, കാരണം ഭഗവാൻ ഇതിനായിട്ടല്ലയോ അവതരിച്ചത്, ഇങ്ങനെയൊക്കെ പോകാനുള്ളതാണല്ലോ. അങ്ങനെ ആദ്യം എനിക്ക് ഇത്ര പിടി കിട്ടിയില്ല, അർത്ഥമൊന്നും അങ്ങനെ അറിയില്ലായിരുന്നു. അങ്ങനെ വായിച്ചതേ ഉള്ളൂ. അപ്പോഴൊക്കെ ഓർക്കുമ്പോൾ സങ്കടമായിരുന്നു. ഇപ്പം എനിക്ക് അങ്ങനെയല്ല. പരമാത്മാവ് എല്ലാം, ഭഗവാൻ ദുഃഖവും സുഖവും ഒന്നും എല്ലാത്തിലും സമമാണല്ലോ. ഒന്നിലും ഏറ്റവും കുറവും ഇല്ല, കൂടുതലും ഇല്ല. ഭഗവാൻ അങ്ങനെയൊന്നും ഇല്ല. ഒരിക്കലും സങ്കടമോ സന്തോഷമോ ഒന്നിനും ഇതില്ല.
നിഷ്കള ബ്രഹ്മമാണ്, പരബ്രഹ്മമൂർത്തി. അങ്ങനെയാണ്. മതി അല്ലേ മക്കളെ? എല്ലാവർക്കും ഇത് സന്തോഷമാവുമോ വായിച്ചത്? എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും ഉള്ള അറിവനുസരിച്ച് വായിക്കുക. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഹരി ഓം ഹരി ഓം ഹരി ഓം.